2011 ഫെബ്രുവരിയിൽ പാലക്കാടിന് സമീപം റെയിൽവേ യാത്രയിൽ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി സൗമ്യ എന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട് ട്രെയിനിൻ്റെ ഡോർ വഴി ചവിട്ടി തള്ളിയിട്ട് ശരീരം മുഴുവൻ രക്തക്കളത്തിൽ കുളിച്ചു കിടന്ന സൗമ്യയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ആളാണ് ഗോവിന്ദച്ചാമി. അദ്ദേഹത്തിൻ്റെ കേസെടുത്ത ആളൂർ ആണ് അദ്ദേഹത്തിൻ്റെ കേസെടുത്ത് അദ്ദേഹം മരിച്ചുപോയി. വക്കീൽ ആളൂർ കേസെടുത്തത് പോലും വലിയ വിവാദമൊക്കെ ആയിരുന്നു. എന്തായാലും 2011 ഫെബ്രുവരിയിൽ നടന്നു. 11 നവംബറിൽ തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ 2016 5 വർഷം കഴിഞ്ഞ് സുപ്രീം കോടതി ആ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. അങ്ങനെ ആജീവനാന്ത ജീവപര്യന്ത തടവിലേക്ക് കണ്ണൂർ ജയിലിൽ കിടക്കുകയായിരുന്നു. ഒരുപാട് വാർത്തകളാണ് അത് സംബന്ധിച്ച് ഗോവിന്ദസ്വാമിയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചാർലി തോമസ് എന്ന തമിഴ്നാടുകാരനാണ്. അദ്ദേഹം കടലൂർ സമത്വപുരം സ്വദേശിയാണ്. അദ്ദേഹം ഗഞ്ചാവിന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥത്തിന് അടിമയായിട്ടാണ് അന്ന് ആ ക്രൂരകൃത്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത ഗോവിന്ദസ്വാമി ജയിലിൽ നിന്ന് ചാടിയത് 1 മണിക്കാണെന്ന് പറയുന്നു, 4 മണിക്കും 5 മണിക്കും ഇടയിലാണെന്ന് പറയുന്നു. എന്തായാലും കമ്പി വളച്ചാണ് ചാടിയെന്ന് പറയുന്നത്. കമ്പി വളച്ചിട്ടില്ല, ഒരുപാട് ദുരൂഹതകളുണ്ട്. പക്ഷേ രാവിലെയാണ് ജയിൽ ചാടിയ ഉടനെ പോലീസുകാർ അറിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. കണ്ണൂർ ജയിലിൽ നിന്ന് മറ്റൊരുപാട് വാർത്തകൾ ഇതുപോലെ നടക്കാറുണ്ട്. എന്തായാലും ഇതൊരു അഭിമാന പ്രശ്നമായി റവട ചന്ദ്രശേഖർ DGP എടുത്തു. കർണാടക, തമിഴ്നാട് DGPമാരെ അറിയിച്ചു. യതീഷ് ചന്ദ്രയെ കണ്ണൂർ റേഞ്ച് DIG ആയ യതീഷ് ചന്ദ്രയെ പ്രത്യേക സ്പെഷ്യൽ ഓഫീസറായി ടാസ്ക് ഫോഴ്സ് തീരുമാനിച്ച് വളരെ വലിയ ഒരു ടീമിനെ ഇറക്കി കേരളം മുഴുക്ക അരിച്ചു പറക്കി. ഇതിനിടയിലാണ് കണ്ണൂരിലെ കോൺഗ്രസ് ഓഫീസിനടുത്തുമുള്ള തളാപ്പിൽ വെച്ചിട്ട് ഒരു സ്കൂട്ടർ യാത്ര ചെയ്ത ഒരാളിന് ഇതുപോലൊരു സംശയം തോന്നി. മുമ്പേ നടന്നു പോകുന്ന ആളിനൊരു സംശയം തോന്നി. കാരണം കൈ ഇങ്ങനെ മടക്കി, കാരണം ഗോവിന്ദസ്വാമി ഒറ്റക്കയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഷർട്ട് മടക്കി വെച്ചിരുന്നു. അപ്പോൾ അത് കണ്ട് ഇയാൾ സംശയം തോന്നി. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറെയും കൂട്ടി എടാ ഗോവിന്ദസ്വാമി എന്നാണ്ട് വിളിച്ചപ്പോൾ ഇയാൾ മതിൽ ചാടി കിണറ്റിനകത്ത് ഇറങ്ങിയിരുന്നു. അവസാനം കിണറിൻ്റെ പടവുകളിൽ നിന്ന് ഗോവിന്ദസ്വാമിയെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ എല്ലാ ചാനലുകളിലും മീഡിയകളിലും വളരെ വലിയ വാർത്തയായി ഇത് വന്നിട്ടുണ്ട്. ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു വീട്ടിൽ നിന്ന് ആളൊഴിഞ്ഞൊരു വീട്ടിലെ കിണറിൻ്റെ പടവുകളിൽ ഇറങ്ങിയിരുന്നു എന്നാണ് അറിയുന്നത്. പാൻറ് ഷർട്ടൊന്നും ഇല്ലാതെ ഇരുന്നു. എന്തായാലും ഗോവിന്ദസ്വാമിയെ കിട്ടിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ നിതാന്ത ജാഗ്രത കൊണ്ടാണ് കിട്ടിയത്. 2-3 ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, സൗമ്യ വധക്കേസ്. ഇതിനിടയിൽ സൗമ്യയുടെ അമ്മ ഈ വാർത്ത കഴിഞ്ഞ് വളരെയധികം ഞെട്ടലുകൾ ഉണ്ടായി. കാരണം ഇനിയിപ്പോൾ ഇറങ്ങിയാൽ അവൻ ആരെയാണ് എന്താണ് ചെയ്യാന്നറിയില്ല. കാരണം അത്രയും കൊടും ക്രിമിനലാണ്, കൊടും ക്രൂരനാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴെയിട്ട് അതിനെ രക്തത്തിൽ കുളിച്ച് കിടന്ന കുട്ടിയെ ബലാത്സംഗം ചെയ്ത് വീണ്ടും കൊല്ലണമെങ്കിൽ എത്ര ക്രൂരനായിരിക്കും. അപ്പോൾ മനസ്സിനുടമയായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ അമ്മയ്ക്കും വലിയ പേടിയായിപ്പോയി. പക്ഷേ അങ്ങനെ വലിയ വാർത്തകളൊക്കെ വന്നെങ്കിലും അത് പിടിക്കപ്പെട്ടു. 2-3 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, വധശിക്ഷ രക്ഷപ്പെട്ടത് എങ്ങനെ? അത് വളരെ കൃത്യമായി വലിയ വക്കീലന്മാരെ വെച്ച് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. 2 പറയുന്നത്, എങ്ങനെയാണ് കണ്ണൂർ പോലുള്ള ഇത്രയും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ സ്വന്തം ജില്ലയായിട്ടുള്ള കണ്ണൂരിലെ ജയിലിൽ നിന്ന് ഇങ്ങനെ ചാടാൻ കഴിയുന്നത്? കണ്ണൂരിലെ ജയിലിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിനു മുമ്പുമുണ്ട്. ജയിലിലുള്ള ആളുകൾക്ക് മൊബൈൽ കിട്ടുന്നു, കമ്പി വളയ്ക്കാൻ പറ്റുന്നു, നല്ല ഫുഡ് കിട്ടുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ കൊലപാതക തടവുകാരെ ഒരുപാട് ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം കണ്ണൂർ ജയിലിലുള്ളവർ അനുഭവിക്കുന്നു. പലപ്പോഴും അതിന് ആ ഓഫീസർമാരെയും പോലീസുകാരുമൊക്കെ അതിന് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നു. ഇതിൽ തന്നെ കമ്പി വളച്ചൊന്നും അല്ല ഇറങ്ങിയത്, അല്ലാതെയാണ് ഇറങ്ങിയതെന്നുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇതിനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ കേരള പോലീസിനും കേരളത്തിനും അപമാനകരമാകുന്നൊരു വാർത്തയാകുമായിരുന്നു. അദ്ദേഹം ട്രെയിനിലോ മറ്റോ കയറി തമിഴ്നാട്ടിലോ. പക്ഷേ രക്ഷപ്പെടാനുള്ളൊരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പുറത്ത് വിട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ചാനലുകളും ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ വേഗം കമ്മ്യൂണിക്കേഷൻ നടക്കും. പിന്നെ അദ്ദേഹത്തിന് ഒരു കൈയില്ല, അയാൾക്കൊരു കൈയില്ല ഗോവിന്ദസ്വാമിക്ക്. അതൊക്കെ അയാളുടെ പരിമിതിയാണ്. അത് അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ രക്ഷപ്പെട്ടേനെ. അപ്പോൾ എന്തായാലും പിടിക്കപ്പെട്ടു എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട്. 3-4 മണിക്കൂർ കൊണ്ട് തന്നെ പിടിക്കാൻ കഴിഞ്ഞു പോലീസിന് അതിലെന്ത് അഭിമാനം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നാട്ടുകാരും എല്ലാവരും കൂടി കണ്ടൊക്കെ പിടിച്ചതാണ്. തീർച്ചയായിട്ടും എങ്ങനെയായാലും ആരുടെ അഭിമാനവും അപമാനവും ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഗോവിന്ദസ്വാമിയെ കിട്ടി എന്നറിയുന്നത് സന്തോഷകരമായ വാർത്തയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. വരും നിമിഷങ്ങളിൽ, വരും മണിക്കൂറുകളിൽ അവ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും.